നമസ്കാരം. ഈ നാടിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ നാട് ഇന്ന് എത്തി നിൽക്കുന്നത് ജോസ്ഗിരിയിലാണ്. മണ്ണിന്റെ മണവും മഞ്ഞിന്റെ തണുപ്പും കുളിരും ഒക്കെയുള്ള ജോസ്ഗിരിയിലേക്ക് തിരുനെറ്റിക്കല്ലിന്റെ വിശേഷങ്ങൾ തേടിയാണ് ഈ യാത്ര. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടായ തിരുനെറ്റിക്കല്ലിന്റെ വിശേഷങ്ങൾ തേടിയാണ് ജോസ്ഗിരിയിലേക്ക് എത്തിയിട്ടുള്ളത്. ജോസ്ഗിരിയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്നതാണ് തിരുനെറ്റിക്കല്ല്. ഇവിടത്തേക്കാണ് ഇനി നമ്മൾ എത്തേണ്ടത്. വന്ന വഴികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓഫ് റോഡാണ്. 2 വീലറിൽ വരാം, പക്ഷെ ജീപ്പ് ആണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഏറ്റവും സാഹസികമായ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് 2 വീലറിലും വരാം. ഏറ്റവും മനോഹരമായ ഒരു യാത്ര തന്നെയായിരിക്കും നിങ്ങൾക്കിത്. തിരുനെറ്റിക്കല്ലിന് മുകളിലെത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. നമുക്ക് വഴി തെറ്റിയതാണോ ഇനി എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ നല്ലൊരു കാട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതുവഴി കാട് വകഞ്ഞു മാറ്റിക്കഴിഞ്ഞാൽ നല്ല കല്ലിട്ട ഒരു വഴി മുകളിലേക്ക് പാറയിടുക്കിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലൂടെ പോയി നോക്കുകയാണ്. തിരുനെറ്റിക്കല്ലിനടുത്തെത്തും എന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ നമുക്ക് നന്നായിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ട്. കുരിശും ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. വഴി തെറ്റിയതല്ല, ഇതിലൂടൊരു വഴിയുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തിരുനെറ്റിക്കല്ല് എന്ന പേര് പറയുന്നത് ഈ 2 കല്ലുകൾ കാണുമ്പോൾ നെറ്റി പോലെ തോന്നുന്നത് കൊണ്ടും അതിനിടയിൽ ഒരു കല്ലുള്ളത് കൊണ്ടുമാണ് ഈ നാട്ടുകാർ ഇതിനെ തിരുനെറ്റിക്കല്ല് എന്ന് പറയുന്നത്. നെറ്റിക്കിടയിൽ ഒരു കല്ല് വന്ന് നിൽക്കുന്നു എന്നൊരു പ്രതീതി ഈ കാഴ്ച നൽകുന്നു എന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. പ്രകൃതി ഒരുക്കുന്ന എല്ലാ വിസ്മയങ്ങളും എപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. അത്തരത്തിലൊന്നു തന്നെയാണ് ഈ തിരുനെറ്റിക്കല്ല്. ഈ 2 ചെങ്കുത്തായ കല്ലുകൾക്ക് ഇടയിലാണ് അങ്ങനെ ഒരു പാറക്കല്ല് അവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ താഴെ നിൽക്കുന്ന സമയത്ത് അത് താഴോട്ട് പതിക്കുമോ എന്നുള്ളൊരു പേടി പോലും ഉണ്ട്. പക്ഷെ എല്ലാ വർഷങ്ങളായി ഇത് ഇങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യന്റെ അധ്വാനം കൊണ്ട് പോലും ഇത്തരത്തിലൊരു കല്ലിനെ ഇങ്ങനെ ചെങ്കുത്തായി നിർത്തുവാനോ അതിനു മുകളിൽ അങ്ങനെ ഒരു കല്ലിനെ ബാലൻസ് ചെയ്ത് നിർത്തുവാനോ ഒന്നും കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണിനെ പോലും വിശ്വസിക്കാമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഈ തിരുനെറ്റിക്കല്ല് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്കുള്ള യാത്ര വഴി ദുർഘടം പിടിച്ചതായിരുന്നെങ്കിലും
വളരെ സേഫ് ആയിരുന്നു കേട്ടോ. ഒരു ഇഴജന്തുക്കളുടെയോ അങ്ങനെ ഒരു അപകടവും ഇവിടെ ഇല്ല. ഏറ്റവും സേഫായി തന്നെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ഇടം തന്നെയാണ് ഈ തിരുനെറ്റിക്കല്ല്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെറ്റിയുടെ ആകൃതിയുള്ള 2 കല്ലുകൾ, പാറകൾ, അതിനിടയിൽ ഒരു കല്ല്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എവിടെയാണ് കുരിശിനടുത്തേക്ക് ഉള്ളൊരു വഴി, കുരിശിലേക്കുള്ള വഴി എന്നൊക്കെ പറയുന്നെങ്കിൽ ഇതാണ്. ഇവിടെ ഒരു കോണി വെച്ചിട്ടുണ്ട്. ഈ കോണി വഴി നമുക്ക് മുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ദുർഘടമായ പാതയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരുനെറ്റിക്കല്ലിന് മുകളിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കാണിച്ച അതാണ് തിരുനെറ്റിക്കല്ല്. ഇത് കുരിശുപാറയാണ്. ഇവിടെ ഒരു പ്രാദേശികമായ ഒരു ആരാധനാ കേന്ദ്രം തന്നെയാണിത്. നമ്മൾ ഇങ്ങോട്ടേക്കുള്ള വഴി മധ്യേ മുഴുവൻ പല പോസ്റ്ററുകൾ കണ്ടിരുന്നു. പോസ്റ്റർ രൂപത്തിൽ ഈശോ അനുഭവിച്ച, അതായത് കുരിശിൽ തറക്കുന്ന നേരത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ, വഴിമധ്യേ അമ്മയെ, മാതാവിനെ കാണുന്നതും, ഒന്നാമത്തെ വീഴ്ച, രണ്ടാമത്തെ വീഴ്ച, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോ അനുഭവിച്ച ആ ഒരു വേദനയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഭക്തിയുള്ള അല്ലെങ്കിൽ ഈശോയെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അത് എപ്പോഴും ഒരു ചോര കിനിയുന്ന ഓർമ്മ തന്നെയായിരിക്കും. അത് ഓരോ ചിത്രങ്ങളായി ഈ വഴി നീളെ പതിച്ചിരിക്കുന്നത് കാണാം. അതാണ് നമ്മളെ ആദ്യം വരവേറ്റ ഒരു കാഴ്ച. പിന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുരിശ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കയറി വന്നത് തന്നെ എത്ര കഷ്ടപ്പെട്ടാണെന്ന് നമുക്കറിയാം. ഇവിടെ ഈ കുരിശ് എങ്ങനെയാണ് എത്തിച്ചത് എന്നൊക്കെ ഒരു അത്ഭുതമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുരിശ് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു കോണി കയറി മുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ശരിക്കും ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. കർണാടകയുടെയും കേരളത്തിൻ്റെയും ഒക്കെ സൗന്ദര്യം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതും അതിന് മുകളിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഇതിന് മുകളിലേക്ക് ഇപ്പോൾ എത്തിയപ്പോഴാണ് ഇത്രയും നേരം നമ്മൾ പെട്ട കഷ്ടപ്പാടിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായത്. ഇവിടെ എത്തിയാലുള്ള ഒരു വ്യൂ, അത് എനിക്ക് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്യാമറകളിലൂടെയോ പോലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു ഭാഗത്ത് കർണാടകയുടെ സൗന്ദര്യം, മറ്റു ഭാഗത്ത് നമ്മുടെ കേരളത്തിൻ്റെ പയ്യന്നൂരുള്ള ഏഴിമല മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു സൗന്ദര്യം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റ ഫ്രെയിമിൽ ആസ്വദിക്കാമെന്നാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഒരു ചിത്രകാരൻ അവൻ്റെ ഭാവനയിൽ വരച്ച പോലെ അത്രയും മനോഹരമായൊരു ദൃശ്യം ഇവിടെ നിന്ന് വ്യക്തമായി കാണാവുന്നതാണ്. ഇടയ്ക്കിടെ കോട വന്ന് ഈ ദൃശ്യം ഒന്ന് മറക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ വീണ്ടും ഇത് തെളിഞ്ഞു വരുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് സമ്മാനിക്കുന്നത്. അതിൻ്റെ ആ ഒരു തണുപ്പും, ഇവിടെ ഇടുക്കിയിലെ കാറ്റാണ് കാറ്റ് എന്ന് പറയുന്നത് പോലെ ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വരുന്ന ഒരു കാറ്റുണ്ട്. അതാണ് ശരിക്കും ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും സുഖകരമായ കാറ്റ് എന്ന് തോന്നിപ്പോവും. നമ്മൾ സ്വർഗത്തിലാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നൊരു പ്രതീതി ഇവിടെ നിൽക്കുമ്പോൾ.
ജോസ്ഗിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശം തന്നെയാണ് ജോസ്ഗിരി. 1950-60 കാലഘട്ടത്തിലാണ് കോട്ടയം പാലയിൽ നിന്ന് ഒരു കൂട്ടം കർഷകർ ഈ ജോസ്ഗിരിയിലേക്ക് വരികയും ഇവിടെ താമസം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് വെറും മലനിരകളായിരുന്ന ഈ പ്രദേശം മുഴുവൻ അവരുടെ അത്യധ്വാനം കൊണ്ട് ഇന്ന് കാണുന്ന കവലയും റോഡും ഒക്കെ ആയി വന്നത് അവരുടെ ഒരു അധ്വാനം കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇവിടെ പൊന്നു വിളയിച്ചു, ആ കർഷകർ ഇവിടെ പൊന്നു വിളയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് മുതുവള്ളിത്തട്ട് എന്നായിരുന്നു. കാലക്രമത്തിൽ ഇവിടെ ജോസും ജോസഫും ഒക്കെ കൂടുതലായി ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്തിന് പിന്നീട് പറഞ്ഞു വന്ന് ജോസ്ഗിരി എന്ന് പേര് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ജോസ്ഗിരിയിലാണ് ഈ നമ്മുടെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നൽകുന്ന തിരുനെറ്റിക്കല്ലുള്ളത്. ടൂറിസം സാധ്യത ഒരുപാടുള്ള തിരുനെറ്റിക്കല്ലിൽ പക്ഷേ ആളുകൾ എത്തിച്ചേരുന്നത് വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ളത് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഈ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു ഇഴജന്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് പേടിക്കാനില്ല. പക്ഷേ ആവേശം കുറയ്ക്കേണ്ടതുണ്ട്. ഇത്തരം സ്ലിപ്പാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കൊക്കയിലേക്ക് അഘാതങ്ങളിലേക്കായിരിക്കും പതിക്കുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സുരക്ഷ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരികയാണെങ്കിൽ ഏറ്റവും മനോഹരമായ നമ്മുടെ എന്താ പറയണ്ടേ ജീവിതത്തിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഈ തിരുനെറ്റിക്കല്ലിലേക്കുള്ള യാത്ര. തിരുനെറ്റിക്കല്ലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ മലയിറങ്ങിയിട്ടുണ്ട്. തിരിച്ച് പോകുവാനുള്ള ഒരുക്കമാണ്. ഈ തിരുനെറ്റിക്കല്ലിന് അടുത്ത് തന്നെ ഒരു ഗുഹയുണ്ട്. 30 വർഷങ്ങൾക്ക് മുൻപ് ആൾതാമസം ഉണ്ടായിരുന്ന കുഞ്ചിലോ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്ന ഒരു ഗുഹയുണ്ടെന്നും അടുക്കളയും അതുപോലെ കിടപ്പുമുറിയും ഒക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞ് ഗുഹയാണ്. പഴയ കാലത്ത് ഒരു 30 വർഷം മുൻപ് ഒരു ആൾതാമസം ഉണ്ടായിരുന്ന ഗുഹയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കണ്ട് നിങ്ങളിലേക്കും കൂടി എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ അവിടെയൊക്കെ അലഞ്ഞു നടന്നു. പക്ഷേ കാണാൻ സാധിച്ചില്ല. അതിൽ വലിയ സങ്കടമുണ്ട്. അപ്പോൾ ഈ കുഞ്ചിലോ എന്ന് പറയുന്നയാളെ ആനക്കുഞ്ചിലോ എന്നാണ് വിളിക്കുന്നത് എന്നും അദ്ദേഹത്തിന് ആനകളുടെ ഒരു അത്രയും പവർ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കഥ. ഒരു 10-30 മുളകളൊക്കെ ഒറ്റയടിക്ക് എടുത്തു നടക്കുന്ന കുഞ്ചിലോയുടെ കഥകളൊക്കെ ഇന്നും ഇവിടുത്തെ മുത്തശ്ശിമാർ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത്രേ. ആ കഥകളും ആ ഗുഹയുടെ ദൃശ്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കഴിയാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യമാണ് ഇവിടെ നിന്ന് മടങ്ങുമ്പോഴുള്ളത്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.